ഡിയർ എക്സാമിനർ ഫാമിലി, 2022 +1 പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണിത്. എക്സാമിനർ നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ നമ്മുടെ റിവിഷൻ ബാച്ച് എവിടെ? 2021 എക്സാമിനറിന്റെ യോധ ബാച്ച് ഉണ്ടാക്കിയ ആ റെവല്യൂഷൻ, ആ റിസൾട്ട്സിന്റെ പവറൊക്കെ ഞങ്ങൾക്കും അനുഭവിക്കണം, ഞങ്ങൾക്കും അങ്ങനത്തെ അടിപൊളി റിസൾട്ട്സ് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണ് ഞങ്ങളുടെ റിവിഷൻ ബാച്ച് എവിടെയെന്ന് പലരും കുറേ നാളായിട്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഉത്തരം +1 അഗ്നി റീലോഡഡ്. അപ്പൊ നമ്മുടെ +1 അഗ്നി ബാച്ച് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. റെഗുലർ ബാച്ച് ആണ് നമ്മുടെ, അതിൽ അടിപൊളിയായിട്ട് എല്ലാവരും പഠിക്കുന്നുണ്ട്. അതിന്റെ റീലോഡഡ് വേർഷൻ ആണ് ഇനി മുതൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ റീലോഡ് എന്ന് പറയുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സെറ്റ് ഓഫ് ക്ലാസ്സസ് ആയിരിക്കും ഇനി കിട്ടാൻ പോകുന്നത്. ഓൾറെഡി ആപ്പിൽ എടുത്ത് വെച്ച് ലേണിംഗ് വീഡിയോസ് എന്ന് പറഞ്ഞ ക്ലാസ്സസ് അല്ല, അത് കൂടാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഗ്നി റീലോഡർ ഫസ്റ്റ് മുതൽ വീണ്ടും എക്സാമിന് വേണ്ടിയിട്ട് എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ട് ഫുൾ നിങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് സെറ്റ് ഓഫ് ക്ലാസ്സസും അതിനുവേണ്ടി കുറേ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നുണ്ട് +1 അഗ്നി റീലോഡർ. അപ്പം കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയേണ്ട ഏറ്റവും വലിയ കാര്യം, സാർ ഇതിന്റെ ഫീസ് എത്രയാണ്? ഭയങ്കര ഫീസൊക്കെ ആണെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫീസ് ഇതിന് വെറും 2000 രൂപ മാത്രമാണ് ഈ കംപ്ലീറ്റ് കോഴ്സിന്. നിങ്ങൾ വിചാരിക്കരുത് ഓരോ മാസം ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയോ ഇല്ല. 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് എല്ലാം കിട്ടും +1 അഗ്നി റീലോഡുണ്ട്. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കാം. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ 2000 ആണ് സാർ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വിചാരിക്കുന്നിരിക്കുന്നുണ്ടാവും. ജോയിൻ ചെയ്യാൻ വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ ഒരു കാര്യം കൂടി പറയാം, ഈ ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള അവസരമുണ്ട്. അത് ഞാൻ അവസാനം പറയാം. നിങ്ങൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കും. ആദ്യം ഞാൻ കാര്യങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ബാച്ചസ്? ഈ ബാച്ച് +1 അഗ്നി റീലോഡർ എന്ന് പറഞ്ഞ റിവിഷൻ ബാച്ച് +1 ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനാണ്. ആർക്കൊക്കെയാണ്? കറന്റ് +1 സ്റ്റുഡൻസിനാണ്. അതായത് ഈ വർഷം +1 എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനാണ്. രണ്ടാമത്തെ കാര്യം, അത് ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റുഡൻസ് ഹു ആർ എയിമിംഗ് അല്ലെ ടാർഗറ്റിംഗ് 98% + ഇൻ എക്സാം. +1 എക്സാമിൽ 98% എങ്ങനെ വാങ്ങണം എന്ന് ടാർഗറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. അതായത് എനിക്ക് പാസ്സാവണം, നിങ്ങൾ കഷ്ടപ്പെട്ട് ജോയിൻ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് 98% ഒക്കെ മാർക്ക് വാങ്ങിച്ചെടുത്ത് നല്ലൊരു സ്കോർ വാങ്ങിച്ച്, അതുപോലെ +2 നമ്മൾ എക്സാമിനറിനോട് പഠിച്ച് ആ ഒരു രീതിയിലുള്ള സ്കോർ 98% പറഞ്ഞാൽ 98% അല്ല, 99ഉം 100 ഒക്കെ വാങ്ങിച്ചെടുക്കാൻ പറ്റും. അത് വാങ്ങിച്ചവരുണ്ട് എക്സാമിനറും കൂടെ പഠിച്ച്. അതിനെപ്പറ്റി ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചർച്ച ചെയ്യാം. എന്തായാലും ആ ഒരു ടോപ്പ് മാർക്ക് എയിം ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. ടോപ്പ് മാർക്ക് എയിം ചെയ്യുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ടോപ്പർ എന്നല്ല ഇതിൻ്റെ അർത്ഥം. ആർക്കും ടോപ്പ് മാർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. കാരണം ഇത് ഭയങ്കര വലിയ കോമ്പറ്റേറ്റീവ് എക്സാം ഒന്നുമല്ല, ഒരു പബ്ലിക് എക്സാമിനേഷൻ ആണ്. അപ്പോൾ ആർക്കും 98% ഒക്കെ വാങ്ങിച്ചെടുക്കാൻ പറ്റും. അത് ഏത് ആവറേജ് സ്റ്റുഡൻറ്റിന് വാങ്ങിച്ചെടുക്കാൻ പറ്റും. പല ആവറേജ് സ്റ്റുഡൻസ് വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. ആകെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് ഡെഡിക്കേഷൻ വേണം, നിങ്ങൾക്ക് സിൻസിയറിറ്റി വേണം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ. മൂന്നാമത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി കണ്ടന്റ് വേണം. ക്ലാസ്സസ് ആയിക്കോട്ടെ, നോട്ട്സ് ആയിക്കോട്ടെ, കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് വേണം. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ബാക്കി നിങ്ങൾ ചെയ്തോളും. കറക്റ്റായിട്ട് സാധനം ഞങ്ങൾ അങ്ങോട്ട് തരും. അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞുതരും. അങ്ങനെയാണ് ആർക്കും വാങ്ങിച്ചെടുക്കുക. അപ്പം നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത്, സാർ ഞാൻ 98% വാങ്ങേണ്ട ആളല്ല എന്നൊരിക്കലും നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. അവിടെ നിങ്ങൾ തീർന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും, അതിനൊരു ബുദ്ധിമുട്ടുമില്ല. അതിന് മാത്രം വലിയ പരീക്ഷ ഒന്നല്ല ഈ +1 പരീക്ഷ. അത് ആദ്യം മനസ്സിലാക്കാം. അപ്പം 98% ഒക്കെ വാങ്ങിക്കണം. എനിക്ക് നല്ലൊരു മാർക്ക് വാങ്ങണം +1, അതിനുശേഷം +2 നല്ലൊരു പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നല്ലൊരു കോളേജിൽ കയറണം, പിന്നെ ലൈഫ് വേറൊരു നല്ല രീതിയിലേക്ക് ലീഡ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണ് ഈ ബാച്ച്. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനുണ്ട്. ഇനി നിങ്ങൾ ആലോചിക്കുകയും വേണം, എന്തിന് എക്സാമിനറിൽ ജോയിൻ ചെയ്യണം? ഇപ്പോൾ റിവിഷൻ ക്ലാസ് ആയിക്കോട്ടെ, വേറെ ക്ലാസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പഠിക്കാം, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാം. എന്തിനാണ് നിങ്ങൾ എക്സാമിനർ ജോയിൻ ചെയ്യേണ്ടത്? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് അറിയാം, എക്സാമിനറിന്റെ ഫാക്കൽറ്റി ടീം അറിയാം അല്ലേ? ഞങ്ങളുടെയൊക്കെ ക്ലാസ്സസ് അറിയാം. എങ്ങനെയാണ് എക്സാമിനറിന്റെ ഫാക്കൽറ്റിയുടെ ക്ലാസ്സസ്, എങ്ങനെയാണ് എക്സാമിനറിലെ ആൾക്കാരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, എക്സാമിനറിലെ ക്ലാസ്സസ് കേട്ടാൽ മനസ്സിലാവും എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. അതൊക്കെ നിങ്ങൾക്ക് ധാരണയുണ്ട്. ഞാൻ അതിനെപ്പറ്റി വെറുതെ പൊക്കി പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് നിങ്ങൾക്കറിയാം. എന്നാൽ അത് മാത്രമല്ല, നിങ്ങൾ രണ്ടാമത് ചോദിക്കേണ്ട കാര്യം, ഫാക്കൽറ്റി ഒക്കെ അടിപൊളി, ടീച്ചേഴ്സ് ഒക്കെ അടിപൊളി. എന്നാൽ ഈ ടീച്ചേഴ്സിന്റെ ഗൈഡൻസിൽ അവരുടെ കീഴിൽ പഠിച്ച സ്റ്റുഡൻസ് എവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ? അപ്പൊ രണ്ടാമത് ചോദ്യത്തിന് ഉത്തരം എക്സാമിനറിന്റെ കഴിഞ്ഞ വർഷത്തെ ഇതേപോലെ നടന്ന ബാച്ചിന്റെ റിസൾട്ട്സ് ആണ്. +1 യോധ ബാച്ച് എന്ന് പറഞ്ഞാലും നമ്മൾ ആ ബാച്ചിനെ വിളിച്ചിരുന്നത്. ഇപ്പൊ അതെന്തായി? +1 അഗ്നി റീലോഡറായി.
അപ്പോൾ ആ കഴിഞ്ഞ വർഷം പഠിച്ച എക്സാമിനറുടെ ഫസ്റ്റ് ബാച്ചിൽ ആ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് വെച്ച് പഠിച്ച സ്റ്റുഡൻസിൽ നിന്ന് 32 പേർക്കാണ്, നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി പറയണം, അറിയുന്നവർ സ്കിപ്പ് അടിക്കുക, 32 പേർക്കാണ് 520 മാർക്ക്. ഏത് പ്ലസ് വൺ പരീക്ഷയിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന പ്ലസ് വൺ പരീക്ഷയിൽ 32 സ്റ്റുഡൻസ് ആണ് ഫുൾ മാർക്ക്. എക്സാമിനറിനെ യൂട്യൂബിൽ പഠിച്ച സ്റ്റുഡൻസ് അല്ല, ഇത് എക്സാമിനർ ബാച്ചിൽ ജോയിൻ ചെയ്ത് എക്സാമിനർ ക്ലാസ്സസ് കണ്ട് എക്സാമിനറിന്റെ നോട്ട്സ് പഠിച്ച് ഞങ്ങളുടെ റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഈ ടീച്ചേഴ്സിന്റെ ഗൈഡൻസിൽ പഠിച്ച സ്റ്റുഡൻസ് ആണ്. അതേപോലെ നിങ്ങൾക്ക് ഇത് 32 സ്റ്റുഡൻസ് ഫുൾ മാർക്ക്. അതേപോലെ 99% പ്ലസ് മാർക്ക് വാങ്ങിച്ച സ്റ്റുഡൻസ് 156 പേരാണ്. ഓക്കെ, ഇതുപോലെ ബാക്കിയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾക്ക് കാണാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾ നോക്കി വായിച്ചാൽ മതി. നിങ്ങളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, എക്സാമിനറിന്റെ ഈ ടീച്ചേഴ്സിന്റെ അതേ ഗൈഡൻസിലാണ് ഇവർ പഠിച്ചത്. അത് ഫസ്റ്റ് ബാച്ച് ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് വെച്ചിട്ട്. ഈ വർഷം അങ്ങനെ ആയിരിക്കില്ല, ഇതിലും നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവും. ഇതിലും പവർഫുൾ ആയിട്ടാണ് നമ്മൾ പ്ലസ് വൺ, നമ്മുടെ ഫസ്റ്റ് ബാച്ചിനെക്കാളും പവർഫുൾ ആയിട്ട് വേറെ സെറ്റ് ഓഫ് ക്ലാസ്സിനാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സിനെ എടുത്തുകൊണ്ട് തരാൻ പോകണം, അല്ല. നിങ്ങൾക്ക് വേണ്ടി സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിരിക്കുന്ന പുതിയ സെറ്റ് ഓഫ് ക്ലാസ് ആണ്. അതിൽ പുതിയ കുറേ കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പം അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. അതായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ റെഡി ആണെങ്കിൽ ഞങ്ങൾ അവിടെ എത്തിക്കും. ഓക്കെ, ഇതുപോലത്തെ വേറെ കുറേ പെട്ടികൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കൊക്കെ നിങ്ങളെ ഞങ്ങൾ കയറ്റും. ഓക്കെ, ശരി, റെഡി. അപ്പം അതിനാണ് എക്സാമിനർ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഫാക്കൽറ്റിക്ക് മാത്രമല്ല, എക്സാമിനർ റിസൾട്ട്സ് ആണ്. അപ്പോൾ ആ റിസൾട്ട്സ് നിങ്ങൾക്കും കിട്ടും, നിങ്ങളും അതിൻ്റെ ഭാഗമാവാൻ പോകുന്ന ആൾക്കാരാണ്. ഓക്കെ, റെഡി. ഇനി നമുക്ക് ബാച്ചിന്റെ ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ബാച്ച് ഫീച്ചേഴ്സ്. നിങ്ങൾക്ക് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസ് ആയിരിക്കും പ്ലസ് വൺ എക്സാമിന് വേണ്ടിയിട്ടുള്ള. ഓക്കെ, അതിൽ ഫിസിക്സ് ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും, മാത്സ് ഉണ്ടാവും, ബയോളജി ഉണ്ടാവും, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാവും. ഈ സയൻസ് സബ്ജക്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഇംഗ്ലീഷിന്റെയും ബാക്കി മലയാളം ഹിന്ദിയും ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്തരും. ഓക്കെ, അത് എല്ലാവർക്കും ഫ്രീ ആയിരിക്കും. ഓക്കെ, ഈ ക്ലാസ്സിന് വേണ്ടിയുള്ള ഷെഡ്യൂൾ ക്ലാസ് ആണ്. ഇനി ഷെഡ്യൂൾ ക്ലാസ് ക്ലിയർ ആയിരിക്കണം, അത് ലൈവ് ക്ലാസ്സസ് അല്ല. ഓക്കെ, ലൈവ് ക്ലാസ് അല്ല, ഷെഡ്യൂൾഡ് റെക്കോർഡ് ക്ലാസ്. അതായത് തോന്നുമ്പോൾ ഇരുന്ന് കാണാനല്ല, നിങ്ങൾക്ക് ഷെഡ്യൂൾഡ് ആയിട്ട് റെക്കോർഡായിട്ട് കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ കാണാം. ഓക്കെ, അതിന് ടൈം ടേബിളും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഇനി രണ്ട് കാര്യങ്ങൾ. ഫസ്റ്റ് കാര്യം, ഈ റെക്കോർഡ് ക്ലാസ് സാർ പണ്ടെടുത്ത റെക്കോർഡ് ക്ലാസ് അല്ല, ആപ്പിലെടുത്ത ക്ലാസ് ആണോ? അല്ല. ഇത് നിങ്ങൾക്ക് വേണ്ടി ഈ വർഷത്തെ പ്ലസ് വൺ എക്സാമിന് വേണ്ടിയിട്ട് റിവിഷൻ ചെയ്യാനും അതേപോലെ പരീക്ഷയിൽ വരാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളും, ദാറ്റ് മീൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ഇംപ്രൂവ്മെന്റ് എക്സാം ക്വസ്റ്റ്യൻസ്, ഇനി അതുമല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ്, എല്ലാ ഡെറിവേഷൻസും എല്ലാം അടങ്ങിയ പ്ലസ് നോട്ട്സ് ഒക്കെ അടങ്ങിയ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് വേണ്ടി പുതിയതായിട്ട് എടുത്തു തരാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത് നിങ്ങളുടെ ചോദ്യം, സാർ എന്തുകൊണ്ട് ലൈവ് എടുത്തുകൂടാ? അല്ലേ, നിങ്ങൾക്ക് അല്ലെങ്കിൽ സാർ ലൈവ് എടുക്കണ കുറച്ചുകൂടെ രസമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും ലൈവ് എടുത്താൽ കുറച്ച് രസമായിരിക്കും. അതിന് വേണ്ടിയുള്ള സൊല്യൂഷൻ തരാം. ലൈവ് ഇല്ല എന്നല്ല പറഞ്ഞത്, ലൈവ് ഉണ്ട്. പക്ഷേ ഈ ക്ലാസ്സസ്, മെയിൻ ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പല ചാപ്റ്റേഴ്സും അത്യാവശ്യം നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഞാൻ വന്നിട്ട് ഇവിടെ മോഷൻ സ്ട്രേറ്റ് ലൈനും യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സും കുറേ ബളബള പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതൊക്കെ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് കാണാം. റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറിയുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് സമയം ലാഭിക്കാം. ബിക്കോസ് ലൈവ് എടുക്കുമ്പോൾ നിങ്ങൾ ഫുൾ ഇരുന്ന് കേൾക്കേണ്ടി വരും. ഞാൻ 2.5 മണിക്കൂർ ക്ലാസ് എടുക്കുകയാണെങ്കിൽ, ഒരു ചാപ്റ്റർ തീർക്കുകയാണെങ്കിൽ 2.5 അല്ലെങ്കിൽ 3 മണിക്കൂർ നിങ്ങൾ ഫുൾ ഇരുന്ന് നിങ്ങൾ ബോറടിക്കും. ഓക്കെ, റെക്കോർഡ് ക്ലാസ് ആണ് നിങ്ങൾക്ക് എന്താവണം, നിങ്ങൾക്ക് ഒരു പ്രത്യേക ടൈമിലായിരിക്കും തരിക. അപ്പോൾ ലൈവ് പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അതേസമയം നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ച് കാണാം, ഫാസ്റ്റ് അടിച്ച് കാണാം, സ്പീഡ് കൂട്ടി കാണാം. അതായത് ഒരു 3 മണിക്കൂറിൻ്റെ ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് 1.25 മണിക്കൂറുണ്ടോ 2 മണിക്കൂറുണ്ടോ നിങ്ങൾക്ക് കണ്ടു തീർക്കാം. നിങ്ങളുടെ പരിപാടി അവിടെ തീർക്കാം. ഓക്കെ, എന്നിട്ട് അപ്പം തന്നെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും റീവാച്ച് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ് ആയിരിക്കും. ഈ സബ്ജക്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയൊക്കെ ഫുൾ നമ്മുടെ യൂട്യൂബിൽ എടുത്ത് തീർക്കും. ഓക്കെ, ഫുൾ സിലബസ് എടുത്ത് തീർക്കും. കേട്ടോ, രണ്ടാമത്തെ കാര്യം, ഓരോ ചാപ്റ്റർ കഴിഞ്ഞ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അല്ലേ, റെക്കോർഡ് ക്ലാസ് ആണ്, ഡൗട്ട് ചോദിക്കാൻ പറ്റില്ല, ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഒരു ഗൂഗിൾ ഫോം തരും നിങ്ങൾക്ക്. ഓരോ ക്ലാസ്സിനും നിങ്ങൾക്ക് എന്താണ് ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ നിങ്ങൾ ഡൗട്ട് ചോദിക്കുക. അതിൽ നിന്ന് എല്ലാവരുടെയും കൂടെ പൂൾ ചെയ്തിട്ട് കോമൺ ആയിട്ടുള്ള ഡൗട്ട്സ് നമ്മൾ ഓരോ ചാപ്റ്ററിനും റെക്കോർഡ് ചെയ്ത് നമ്മുടെ ഫാക്കൽറ്റി നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ ഡൗട്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിന് പേടിയൊന്നും വേണ്ട. അടുത്ത കാര്യം, ലൈവ് ക്ലാസ് സാർ, അപ്പോൾ ലൈവ് ഒന്നും ഇല്ലേ, പിന്നെ ബോറടിക്കൂലേ? എക്സാമിൻ്റെ ടീച്ചേഴ്സിനെ കാണാൻ പറ്റില്ല, അലക്സ് സാറിനെ കാണാൻ പറ്റില്ല, അർച്ചന മിസ്സിനെ കാണാൻ പറ്റില്ല, അലൻ സാറിനെ കാണാൻ പറ്റില്ല, കിരൺ ആരും കാണാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ബോറടിക്കൂലേ വിചാരിക്കും. ബോറടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ടാവും. വീക്ക്ലി നിങ്ങൾക്ക് 2 ലൈവ് ക്ലാസ് ഉണ്ടാവും. ആ 2 ലൈവ് ക്ലാസ്സും മെന്റി ക്വിസസ് ആയിരിക്കും. ഓക്കെ, മെന്റി ക്വിസ് എന്നാൽ തോന്നിയ പോലെ വെറുതെ മെന്റി ക്വിസ് കളിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ആ വീക്കിൽ പഠിച്ച് കഴിഞ്ഞ റെക്കോർഡ് ക്ലാസ് ഇല്ലേ, ഓരോ ചാപ്റ്റേഴ്സ് ഇല്ലേ, പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ലോസ് ഓഫ് മോഷൻ പഠിച്ചു കഴിഞ്ഞു. ആ ചാപ്റ്റർ നിങ്ങളുടെ ഷെഡ്യൂളിലായിട്ട് നിങ്ങൾ കഴിഞ്ഞു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ലോസ് ഓഫ് മോഷൻ ബേസ്ഡ് ആയിരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് വരാൻ പോകുന്ന മെന്റി ക്വിസ് ആയിട്ട്. ഓക്കെ, അത് ലൈവ് ആയിരിക്കും ഉണ്ടാവുക. അത് എക്സാമിനർ സ്റ്റുഡൻസിന് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് യൂട്യൂബിൽ ചാനലിൽ പബ്ലിക്കായിട്ട് സ്ട്രീം അല്ല ചെയ്യുക. നിങ്ങൾക്ക് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് വിന്നറിന് പ്രൈസും ഉണ്ടാവും. ഓക്കെ, ഒരു വിന്നറിനല്ല
ലീഡർ ബോർഡിൽ വരുന്ന എല്ലാവർക്കും പ്രൈസ് ഉണ്ടാവും. എക്സാമിനർ ഗുഡീസ് ഓരോ പ്രാവശ്യം ലീഡർ ബോർഡിൽ വരുന്ന എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പ്രൈസസും ഉണ്ടാവും. പ്രൈസ് വാങ്ങിച്ച് നിങ്ങൾക്ക് എന്താണ് ഫീസ് വേണം തിരിച്ച് വാങ്ങിച്ചെടുക്കാം. ഓക്കെ, അപ്പം 2 ലൈവ് സെക്ഷൻസ് പെർ വീക്ക് ഉണ്ടാവും. അത് നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. കാരണം വളരെ രസമായിരിക്കും. ഓക്കെ, നിങ്ങൾ പഠിച്ചു വരുന്നു, നിങ്ങൾക്ക് പഠിച്ചു വന്നാൽ നിങ്ങൾക്ക് ഒരു ഇൻസെൻറ്റീവും കൂടി ആയിരിക്കും. നിങ്ങൾക്ക് ഒരു വാശി ഉണ്ടാവും, അടുത്ത പ്രാവശ്യം ലീഡർ ബോർഡിൽ കയറുന്നതിലുള്ള വാശി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പഠിച്ചു വന്നോളും. അതങ്ങനെയാണ് കേട്ടോ. ശരി, അതേസമയം എന്താണ് ഓരോ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ PDF നോട്ട്സ് എന്താണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എപ്പോഴും വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് നോട്ട്സ് മതിയാവും നിങ്ങൾക്ക്. അപ്പോൾ നോട്ട്സ് റിവൈസ് ചെയ്യും. വീഡിയോ എപ്പോഴും കാണാം, വേറെ കാര്യം. ലാസ്റ്റ് എന്താണ് നിങ്ങൾക്ക് എക്സാം ടൈമിൽ 2 മോഡൽ എക്സാം ഫോർ ഈച്ച് സബ്ജക്ട്. ഓരോ സബ്ജക്റ്റിനും 2 മോഡൽ എക്സാം വീതം ഉണ്ടാവും. അത് നിങ്ങളുടെ എന്താണ് ഫൈനൽ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ടച്ച്. ഓക്കെ, നിങ്ങളുടെ മോഡൽ എക്സാം ബേസ്ഡ് ആയിട്ടും പ്രീവിയസ് ഇയർ ബേസ്ഡ് ആയിട്ടും നിങ്ങൾക്ക് ഒരു അടിപൊളി മോഡൽ എക്സാം ഉണ്ടാവും. ആ മോഡൽ എക്സാമിന് കുറേ ചോദ്യങ്ങൾ 100% പരീക്ഷയിൽ വരും. ഓക്കെ, ഒരു സംശയമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഫീച്ചേഴ്സ്. അപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. മുന്നോട്ട് പോകാം. ഇനി ഇതുപോലത്തെ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് കിട്ടും. കാരണം ഞാൻ പറഞ്ഞു വെറുതെ തോന്നുന്ന പോലെ ചാപ്റ്റേഴ്സ് നിങ്ങൾ കണ്ടു തീർക്കാനല്ല, അങ്ങനെ കണ്ടു തീർന്നാലും തീരില്ല. അപ്പോൾ ഒരു പ്രത്യേക ടൈം ടേബിൾ ഉണ്ടാവും. ഓരോ ദിവസവും ഇന്ന ടൈമിൽ നിങ്ങൾക്ക് എന്താണ് റെക്കോർഡ് ക്ലാസ് കിട്ടും. നിങ്ങളത് കണ്ടു തീർക്കുക. ഷെഡ്യൂൾഡ് ആയിരിക്കും ക്ലാസ്സസ്. നിങ്ങളത് കണ്ടു തീർക്കുക, നോട്ട്സ് ഡൗൺലോഡ് ചെയ്യുക, റിവൈസ് ഒക്കെ ചെയ്യുക. അതിനൊരു പ്രത്യേക വേറെ സെറ്റ് ഓഫ് ടൈം ടേബിൾ കിട്ടും. ഈ ടൈം ടേബിൾ അല്ല നിങ്ങൾക്ക് കിട്ടുക. ഇത് ജസ്റ്റ് ഒരു മോക്ക് ടൈം ടേബിൾ ആണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടൈം ടേബിൾ കിട്ടും. ആ ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് തീർക്കാം. ഓക്കെ, 77 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി മാത്രം. ഓക്കെ, ആ 77 ചാപ്റ്റേഴ്സ് നമുക്ക് എന്താണ് ഇത്രയും 2 മാസം ഉണ്ട്. 2 മാസം കൊണ്ട് സിമ്പിളായിട്ട് തീർക്കാം. ഗിവൺ സ്ട്രക്ചേർഡ് ആയിട്ടാണ് പോകുന്നത്. തോന്നിയ പോലെ അങ്ങോട്ട് വലിച്ചു വാരി പഠിച്ചാലൊന്നും തീരാൻ പോകുന്നില്ല. കാരണം അത് മാത്രമല്ല, ഫോക്കസ് ഏരിയ ഒന്നും ഇല്ല എന്നുള്ള കാര്യം അറിയാലോ. അപ്പോൾ അങ്ങനെ സ്കിപ്പ് അടിച്ചൊന്നും പഠിക്കാനല്ല, കംപ്ലീറ്റ് സാധനം പഠിക്കണം. എക്സാമിന് വേണ്ടി പഠിക്കണം. ഓക്കെ, എക്സാമിനെല്ലാം പഠിക്കണോ വേണ്ട. എക്സാമിന് ചില കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം, ചില കാര്യം ഫോക്കസ് ചെയ്യാതെ പഠിക്കണം. അതൊക്കെ ഈ ക്ലാസ്സിൽ അങ്ങനെ ആയിരിക്കും പഠിപ്പിക്കുക. ഓക്കെ, ശരി. അപ്പം ബാച്ച് ഡ്യൂറേഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? 5th നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഏപ്രിൽ May 24th വരെ നമ്മൾ 50 ഡേയ്സ് ആയിരിക്കും ഈ കോഴ്സ്. 50 ഡേയ്സ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് സിലബസ് തീർക്കും. അതിനുശേഷം പിന്നെയും നിങ്ങൾക്ക് സമയം ഉണ്ടാവും. ആ സമയം നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് വീണ്ടും ക്ലാസ് റിവൈസ് ചെയ്യാനൊക്കെ തരും. പിന്നെ കുറച്ച് ഫിസിക്സിൻ്റെ ഒക്കെയാണ് ഡെറിവേഷൻസിൻ്റെ വീഡിയോ ഒക്കെ തരും. അങ്ങനെ കുറച്ച് എക്സാമിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുവരെ ആയിരിക്കും ബാച്ച് ഡ്യൂറേഷൻ. അതിനുശേഷവും നിങ്ങൾക്ക് ക്ലാസ്സസ് കാണാം, നോട്ട്സ് ഉപയോഗിക്കാം, എല്ലാം ചെയ്യാം. എക്സാം കഴിയുന്നവരെ നിങ്ങൾക്ക് കോഴ്സിന് ആപ്പിൽ കംപ്ലീറ്റ് ആക്സസ് ഉണ്ടാവും. ഓക്കെ, ക്ലാസ്സസ് നമുക്ക് അപ്പത്തോടെ തീർക്കണ്ടേ, അല്ലാണ്ട് അവസാന ദിവസം വരെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബാച്ച് ഡ്യൂറേഷൻ വെച്ചിരിക്കുന്നത്. ഫീസിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, 2000 രൂപയാണ് ഫീസ്. ഇനി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ ബാച്ച് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള അവസരമുണ്ട്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് +1 അറിയാലോ, +1 ബാച്ചാണ് നിങ്ങൾ അഗ്നി ബാച്ച്. +1 അഗ്നി റീലോഡഡ് ബാച്ച്. +2 ഉയരെ ബാച്ച് ഉണ്ട്. അടിപൊളി ബാച്ചാണ്, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അവരും എന്താണ് നിങ്ങളെ പോലെ ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്നേ ഉള്ളൂ. അവർ ഭീകരമായിട്ട് പ്രിപ്പയർഡ് ആണ്. യോധ 2.0 ഒക്കെ അവർക്ക് കിട്ടി, സൂപ്പറായിട്ട് പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് +2 ഉയരെ ബാച്ചിൻ്റെ ഭാഗമാവണമെങ്കിൽ, ഓക്കെ, +2 ഉയരെ ബാച്ചിൽ ഇതേപോലെ എന്താണ് ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടാവും, റെക്കോർഡ് ക്ലാസ്, കംപ്ലീറ്റ് സിലബസ് ഉണ്ടാവും. അതുകൂടാതെ നിങ്ങൾക്ക് എക്സാം ടൈമിൽ ഇതുപോലെ റിവിഷൻ ബാച്ച് ഉണ്ടാവും. കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ കംപ്ലീറ്റ് കിട്ടും. എക്സാമിൻ്റെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ PDF അല്ല, ബുക്കായിട്ട് കിട്ടും. അവിടെ +2 +1 കേട്ടോ, +2. ഓക്കെ, കംപ്ലീറ്റ് ബുക്സ് ആയിട്ട് ഉണ്ടാവും. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ കിട്ടി പ്രോപ്പറായിട്ട് എക്സാമിനറിന് കൂടെ നമ്മൾ +2 പഠിക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിവിടെ അടയ്ക്കേണ്ട ഫീസ് എത്രയാണ്? 6000. +2 ഉയരെ ബാച്ചിൽ നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ് 6000 ആണ്. ആ 6000 ഫീസ് അടിച്ച് നിങ്ങൾ ഇപ്പോഴേ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ +2ലേക്ക് നേരെ ഇപ്പോൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് +1 ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങൾ 2000 വേറെ അടയ്ക്കേണ്ട. നിങ്ങൾ ഇതൊക്കെ ഇപ്പം നിങ്ങൾ 2000 അടിച്ച് ജോയിൻ ചെയ്തു, പിന്നെ നിങ്ങൾ +2 ജോയിൻ ചെയ്താൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പോൾ നിങ്ങൾ 6000 അടയ്ക്കേണ്ടി വരും. മനസ്സിലായി? 6000 + 2000 8000 അടയ്ക്കേണ്ടി വരും. നിങ്ങൾ ഇപ്പോൾ തന്നെ +2 ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഇത് ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങൾ ഇടയ്ക്ക് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾക്ക് എഫക്റ്റീവ്ലി നിങ്ങൾക്ക് എന്തായി ഫ്രീ ആയി. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. അതേപോലെ നിങ്ങൾ നീറ്റാണ് ടാർഗറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടി നീറ്റിന് വേണ്ടി ഒരു സ്പെസിഫിക് ബാച്ച് ഉണ്ട്. അതിന് വേറെ സെറ്റ് ഓഫ് ക്ലാസ് ആണ് അല്ലേ? നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല ഈ ക്ലാസ്സിൻ്റെ കുറച്ച് അഡീഷണൽ ക്ലാസ് ആണ് അതിൽ കിട്ടുക. അങ്ങനെയല്ല, നീറ്റിന് വേണ്ടി സെപ്പറേറ്റ് ക്ലാസ് ആണ്. കാരണം അങ്ങനെ നടക്കുള്ളൂ. നീറ്റ് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ബാച്ചിലാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 9000 ആയിരിക്കും ഫീസ്. 6000 പോലെ 9000, അല്ലാണ്ട് 9000 എക്സ്ട്രാ കൊടുക്കണമെന്നല്ല. 9000 ആണ് ടോട്ടൽ ഫീസ്. നമ്മൾ കംപ്ലീറ്റ് നീറ്റ് സിലബസ് അതിൽ തീർക്കും. അതേപോലെ +2 ട്യൂഷനും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഓക്കെ, അല്ലാണ്ട് നീറ്റിന് വേണ്ടി മാത്രമായിട്ട് പഠിക്കാമെന്നല്ല. നീറ്റിന് വേണ്ടി ക്ലാസ്സസ് ഉണ്ടാവും, പ്രോപ്പറായിട്ട് ക്ലാസ് ഉണ്ടാവും, കുറച്ച് കൂടുതൽ അവേഴ്സ് ഉണ്ടാവും, സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ അടക്കാണ് കേട്ടോ, അല്ലാണ്ട് ഇത് മാത്രമല്ല. ഓക്കെ, സ്റ്റഡി മെറ്റീരിയൽ എല്ലാം അടക്കമായിരിക്കും നിങ്ങൾക്ക് ആ ഫീസ് ഉണ്ടാവും. ഓക്കെ, അല്ലാണ്ട് ക്ലാസ്സസിന് മാത്രമല്ല. അതേസമയം സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വീണ്ടും PDF എല്ലാം മനസ്സിലാക്കണം. +2നൊക്കെ പ്രിന്റഡ് മെറ്റീരിയലാണ് വീട്ടിലെത്താൻ പോകുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങൾ 9000 അടിച്ച് അവിടെ ജോയിൻ ചെയ്താലും നിങ്ങൾ ഈ 2000 അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആ കാര്യം ക്ലിയർ ആണല്ലോ?
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നത്. അപ്പോൾ എഫക്റ്റീവ്ലി നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് പഠിക്കാം. അത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങളുടെ ചോയ്സ്. ഓക്കെ, എന്തായാലും ഇൻഫർമേഷൻ ഷെയർ ചെയ്യേണ്ട കാര്യം ഞാൻ ഷെയർ ചെയ്തു, എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വാട്സപ്പ് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക, നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ കുറേ സമയമില്ല, നമ്മൾ April 5th സ്റ്റാർട്ട് ചെയ്യും. കറക്റ്റായിട്ട് നമ്മൾ അപ്ലൈ സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് പ്രോപ്പറായിട്ട് തീർക്കാൻ പറ്റുള്ളൂ. വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഇന്നേ വരെ എക്സാമിനർ നടത്തി ഏത് ബാച്ചിനേക്കാളും സ്ട്രക്ചേർഡ് ആയിട്ടാണ് നടത്താൻ പോകുന്നത്. കാരണം ഓരോ ബാച്ചിൽ നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ്, ഓരോ കുട്ടികളുടെ അടുത്ത് സംസാരിച്ച് അവരുടെ എക്സ്പീരിയൻസ് മനസ്സിലാക്കി. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബാച്ച് ലൈവ് ആക്കണം ആദ്യം വിചാരിച്ചിട്ട് റെക്കോർഡറായിട്ട് ഷെഡ്യൂൾ ക്ലാസ്സും അതേപോലെ ലൈവായിട്ട് അല്ലാണ്ടുള്ള ക്വിസും മെൻഡി ക്വിസും കുറച്ചുകൂടി രസമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യും. കാരണം കുറച്ച് കഴിയുമ്പോൾ ആദ്യമൊക്കെ ലൈവിൻ്റെ രസം ഉണ്ടാവും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മടുത്തു തുടങ്ങും. ഓക്കെ, കാരണം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എടുക്കുന്നുണ്ടാവും, പിന്നെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ക്ലാസ്സസ് റെക്കോർഡറായിട്ടും അതേസമയം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രസകരമായിട്ടുള്ള ക്വിസസും അതേപോലെ ക്വസ്റ്റ്യൻ സെഷൻസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചധികം കാര്യങ്ങളുണ്ടാവും, അതൊക്കെ നമ്മൾ ലൈവായിട്ട് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ എനർജി പോകില്ല, നിങ്ങൾക്ക് ആ ഇൻട്രാക്ഷൻ നിങ്ങൾ മിസ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ആ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് വളരെ സയന്റിഫിക് ആയിട്ടാണ് നമ്മൾ ഇതൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. താഴെ വാട്സപ്പ് നമ്പർ കാണുന്നുണ്ടാവും, അതേപോലെ ഇവിടെ വാട്സപ്പ് നമ്പർ കാണാം. ഈ വാട്സപ്പിലേക്ക് ഒരു വാട്സപ്പ് അയക്കുക. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പിലേക്ക് വാട്സപ്പ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചോദിക്കുക. അവരോട് മനുഷ്യന്മാരവിടെ ഇരിക്കുന്നത്, ഓക്കെ, അവർക്ക് നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റും. അപ്പം ഇനി നമ്മൾ കാണാൻ പോകുന്ന എവിടെയാണ്? ഇനി നമ്മൾ കാണാൻ പോകുന്ന +1 അഗ്നി റീലോഡഡ് ബാച്ചിലാണ്. ഫുൾ എനർജിയോടെ എക്സാമിനറിലെ എല്ലാ സ്റ്റുഡൻസും യോധയിൽ നമ്മൾ ഉണ്ടാക്കിയ റെവല്യൂഷനെക്കാളും അപ്പുറം, ഓക്കെ, അതുക്കും മേലുള്ള റെവല്യൂഷൻ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് തന്നെ നമുക്ക് വേണം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പൊ റെവല്യൂഷൻ നമ്മൾ വീണ്ടും തുടങ്ങാൻ പോവാണ്. വി ആർ സ്റ്റാർട്ടിംഗ് ദ +1 റെവല്യൂഷൻ അഗൈൻ.